ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള തിരുവചനം. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, എങ്ങനെയാണ് കർത്താവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നത് എന്നാണ് തിരുവചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ കർത്താവിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നമ്മൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. അല്ലാതെ നമുക്ക് കഷ്ടങ്ങൾ വരുന്നതൊന്നുമല്ല. ദൈവത്തിൻ്റെ പദ്ധതി നാശത്തിലേക്കുള്ളതല്ല, ശുഭമായ ഭാവിക്കും പ്രത്യാശയ്ക്കുമുള്ളതാണ്. ആ പ്രത്യാശയോടുകൂടി നമ്മൾ കർത്താവിൻ്റെ മുന്നിൽ ചെന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുകയും ചെയ്യും. ഈ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മക്കൾക്കും ഇന്നത്തെ ദിവസം കർത്താവ് തൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോ നിമിഷങ്ങളും അനുഗ്രഹപൂർണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഏതെല്ലാം സഹനങ്ങളിലാണേലും, ഏതെല്ലാം ബുദ്ധിമുട്ടുകളിലാണേലും, രോഗശയ്യയിലാണേലും, അവിടെ നിന്നെല്ലാം നിങ്ങളുടെ ഐശ്വര്യം കർത്താവ് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ അടുക്കിലേക്ക് വരട്ടെ, നിങ്ങളെ ഒന്ന് തൊടട്ടെ, നിങ്ങളുടെ കൂടെ ആയിരിക്കട്ടെ. നിങ്ങളെ കണ്ടെത്താൻ കർത്താവ് ഇടവരട്ടെ. അങ്ങനെ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം കർത്താവ് പുനഃസ്ഥാപിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഈശോയുടെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.